നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA രംഗത്തു വരികയാണ്. ഇന്നും മാധ്യമങ്ങളുടെ മുന്നിൽ അൻവർ MLA എത്തിയപ്പോൾ കൃത്യമായ തെളിവുകൾ സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നൊട്ടോറിയസ് ക്രിമിനലാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അൻവർ MLA തുടങ്ങിയത്. അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നു. അജിത്കുമാറിന്റെ ഭാര്യയ്ക്ക് സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ വെറുതെ വിടുന്നു. ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാമെന്നും PV അൻവർ പറയുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ ഇതിനു മുൻപ് ചില പ്രശ്നങ്ങൾ നടന്ന സമയത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച ആ ഒരു പ്രതികരണം അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. ആയിരക്കണക്ക് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് ഇവർ. പോലീസ് അനങ്ങിയില്ല. അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, പിറ്റേ ദിവസം അദ്ദേഹം 30-ാം തീയതിയാണ്, നവംബർ 30. 1-ാം തീയതി അദ്ദേഹത്തെ രാവിലെ നവകേരള സദസ്സ് നടക്കുന്നതിനുള്ള പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഒരു 1.5 മിനിറ്റിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ദയവായി അതൊന്ന് കേൾക്കുക. അരീക്കോട് ഇന്നലെയാണോ? ഇന്നലെയല്ലേ അവിടെ 7,605 ആള് നിവേദനം കൊടുത്തു. 7,605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7,605 ആളും സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടെ നിന്ന് പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് വെട്ടി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഞാനത് ചെയ്യാൻ പറ്റും, എനിക്കതൊക്കെ പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഒരാളെടുത്ത് അനാവശ്യമായി തട്ടിക്കയറുമ്പോ അയാള് പിന്നെ എന്തെങ്കിലും പറയില്ലേ? നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ആ ദൃശ്യാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? എന്താ സംഭവിച്ചെന്നറിയും. 7,605 ആള് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്. അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമല്ല കേട്ടോ. കൃത്യമായ കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഈ ഓഡിയോയും വീഡിയോയും അടക്കം അൻവർ ഇപ്പോൾ പുറത്തുവിടുന്നത്. സുജിത് ദാസ് IPS നേരത്തെ കസ്റ്റംസിലായിരുന്നു. കസ്റ്റംസിനെ വെട്ടിച്ച നിരവധി കേസുകളിൽ ആള് പോലീസ് റോഡിൽ പിടിക്കുകയും ഉണ്ടായി. ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ കടത്തുകാരെ കടത്തിവിടും, എന്നിട്ട് പോലീസിന് വിവരം നൽകും, പിടിക്കുന്നതിൽ നിന്ന് സ്വർണം കവരും. ഇതാണ് രീതിയെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളാണുള്ളത്. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ PV അൻവർ ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വകുപ്പിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി ഇടപെട്ട് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ വകുപ്പുകളും ഓരോ ആൾക്കാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോ വിശ്വസ്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായി ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ഇതെല്ലാം അദ്ദേഹം നടത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ PV അൻവർ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയമാണെന്ന് എടുത്തു പറയുകയാണ്. P ശശി എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രത്തോളം പ്രാധാന്യമുള്ള ആളാണെന്ന് എല്ലാവർക്കും ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തിൽ നന്നായി തന്നെ അറിയാം. P ശശി അടക്കം അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ അൻവർ. പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും മുഖ്യമന്ത്രി വിശ്വസിച്ചാണ് ചുമതലകൾ ഏൽപ്പിച്ചത്. അവർ അത് കൃത്യമായി ചെയ്തില്ല എന്നും PV അൻവർ കുറ്റപ്പെടുത്തുകയാണ്. അതേസമയം ഈ PV അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ADGP MR അജിത്കുമാറിനെതിരെ ഗുരുതര പരാമർശം നടത്തിയ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കില്ല എന്ന സൂചനയും പുറത്തുവരികയാണ്. SP-ക്കെതിരായ നടപടി വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങും. സംഭാഷണം പുറത്തുവന്ന വിവാദമായതിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകളാണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. 3 ദിവസത്തേക്ക് അവധിയിൽ പോയ സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ തന്നെ പ്രവേശിക്കുമോ അതോ മറ്റെവിടെയെങ്കിലും മാറ്റുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സസ്പെൻഷൻ പോലെയുള്ള കടുത്ത നടപടി വേണ്ടെന്നാണ് ധാരണ എന്നാണ് സൂചന. സുജിത് ദാസിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ADGP MR അജിത്കുമാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചർച്ചകളിൽ അദ്ദേഹം ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്നാണ് വിവരം. തിരുവനന്തപുരത്തെത്തിയ സുജിത് അജിത്കുമാറിനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും അനുമതി നൽകിയിരുന്നില്ല. പോലീസ് തലപ്പത്തെ അസ്വാരസ്യം സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സംഭവം ഇതാദ്യമായാണ്. മലപ്പുറം SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് SP PV അൻവർ
അസ്കർ MLA ബന്ധപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. മരം മുറിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് MLA രംഗത്തെത്തിയിരുന്നു. MLA അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ള സംഭാഷണം. ADGPയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ വിശ്വസ്തനായതുകൊണ്ടാണ് ADGP MR അജിത് കുമാർ സേനയിൽ ശക്തനായത് എന്ന ശബ്ദരേഖയിൽ പരാമർശമുണ്ട്.